بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയമുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നെടുക്കുന്നത് 201 വീഡിയോ നമ്പർ 201. ഇതിൽ ശംസ് സൂറത്തിൽ നിന്നുള്ള 9-ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് 7 വിധം സൃഷ്ടികളിൽ 7 ഐറ്റത്തെ കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്തത്. ഈ 7 ഐറ്റത്തിന് സത്യം ചെയ്യുമ്പോൾ അവിടെ ഒരു ജവാബുണ്ടാവും. അപ്പോൾ അള്ളാഹുവിനെ തന്നെ സത്യം, അല്ലെങ്കിൽ ഭൂമിയെ തന്നെ സത്യം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, 7 ഐറ്റം കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഖദ് അഫ്ലഹ, സത്യമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് ഖദ് അഫ്ലഹ, വിജയിച്ചു കഴിഞ്ഞു. മൻ സക്കാഹ, ഈ നഫ്സിനെ പരിശുദ്ധമാക്കിയവർ ജയിച്ചവരാണ്. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു കഴിഞ്ഞു. മൻ സക്കാഹ, ഈ നഫ്സിനെ പരിശുദ്ധമാക്കിയവർ. നഫ്സിനെ പരിശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതിന് തഫ്സീറിൽ പറയുന്നത് ലഖദ് ഫാസ വഅഫ്ലഹ മൻ സക്കാ നഫ്സഹു ബിതാഅത്തില്ലാഹ്. അള്ളാഹുവിന് താഅത്ത് ചെയ്തുകൊണ്ട് നഫ്സിനെ പരിശുദ്ധമായ നഫ്സാക്കി മാറ്റുക, അങ്ങനെയുള്ളവർ വിജയിച്ചു എന്നർത്ഥം. തന്നെയുമല്ല തഹറഹ മിൻ ദനസിൽ മആസി വൽ ആസാം, തെറ്റുകുറ്റങ്ങളുടെ അഴുക്കിൽ നിന്ന് നഫ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യാം. തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത ഒരു നഫ്സായി വരിക, അള്ളാഹുവിന് താഴ്ത്ത് ചെയ്ത് ജീവിക്കുന്ന നഫ്സായി വരിക. അങ്ങനെ വരുമ്പോൾ ആ നഫ്സ് വിജയിച്ചു എന്നർത്ഥം. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരൊക്കെയാണോ ആ നഫ്സിനെ പരിശുദ്ധമാക്കിയിട്ടുള്ളത് അവരെല്ലാവരും വിജയിച്ചു എന്നർത്ഥം. 10-ാമത്തെ ആയത്ത് വഖദ് ഖാബ മൻ ദസ്സാഹ. അപ്പൊ വിജയിച്ചവരെ സംബന്ധിച്ച് പറഞ്ഞു, ഇനി പരാജയപ്പെട്ടവരാരാണ്? വഖദ് ഖാബ, തീർച്ചയായും പരാജയം അടഞ്ഞവരാണ് മൻ ദസ്സാഹ, ആ നഫ്സിനെ പരിശുദ്ധമാക്കാത്തവര്. എന്ന് പറഞ്ഞാൽ ആ നഫ്സിനെ പരാജയപ്പെടുത്തി കളങ്കപൂർണമാക്കിയ ആളുകൾ, നഫ്സിനെ കളങ്കപ്പെടുത്തിയ ആളുകൾ പരാജയപ്പെട്ടു. ലഖദ് ഖാബ വ ഖസിറ മൻ ഹഖറ നഫ്സഹു ബിൽ കുഫ്രി വൽ മആസി. അവിടെ നഫ്സിനെ നിന്ദിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? കുഫ്രിയത്താണ് ആ നഫ്സിന് കിട്ടിയത്. അതോടൊപ്പം തന്നെ തെറ്റുകുറ്റങ്ങളിൽ ജീവിച്ചു മുന്നോട്ട് പോകുന്ന നഫ്സാണ് എങ്കിൽ ആ നഫ്സിന് പരാജയം ആണ് അവിടെ ഉള്ളത്. അപ്പോൾ തന്നെയുമല്ല ഔറദോ ആ മൗലിദൽ ഹലക്ക, ആ നഫ്സിന് എല്ലാ നിലയിലും ലഭ്യമാവാൻ പോകുന്നത് നശീകരണത്തിൻ്റെ സ്ഥാനമാണ്. അതായത് നഫ്സ് നശിക്കുന്ന രൂപത്തിലാണ് അവ ആ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനത്തെ നഫ്സാവുമ്പോൾ ആ വിജയിക്കുക എന്നുള്ളതെല്ലാം പരാജയമാണ്, എല്ലാ രംഗത്തും പരാജയം. അപ്പോൾ നഫ്സിൻ്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും എല്ലാം ഒഴിവായി അള്ളാഹുവിന് താഴത്ത് ചെയ്ത് ജീവിക്കുന്ന നഫ്സാവലാണ് ഏറ്റവും നല്ല നഫ്സ്. ആ നഫ്സാണ് പരിശുദ്ധമായ നഫ്സ്. അല്ലാത്ത നഫ്സുകൾ പരാജയമടങ്ങിയതാണ്. പരാജയപ്പെട്ടതിനോടുകൂടെ എല്ലാവിധ നശീകരണത്തിനും വിധേയമാകുന്ന നഫ്സാണ്. 11-ാമത്തെ ആയത്ത് കദ്ദബത്ത് സമൂദ് ബിതഖ്വാഹ. കദ്ദബത്ത് സമൂദ് എന്ന് പറയുന്ന കബീലുണ്ടല്ലോ, സമൂദ് ഗോത്രക്കാർ, അവർ കളവാക്കി അല്ലെങ്കിൽ തള്ളി പറഞ്ഞു ആരെ? അവരുടെ പ്രവാചകനെ. അവരുടെ പ്രവാചകനാണ് സാലിഹ് നബി അലൈഹിസ്സലാം.
സാലിഹ് നബിയെ തള്ളിപ്പറഞ്ഞു. ബിത്തഹ്വാഹ, അതിൻ്റെ ധിക്കാരപരമായി സാലിഹ് നബിയോട് പെരുമാറി. സാലിഹ് നബിയുടെ ഉപദേശങ്ങൾ അവർ ധിക്കരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ കദ്ദബത്ത് സമൂദ് നബിയ ബിസ്സബബി തോയാനിയ എന്നാണ് തഫ്സീർ. ഈ സമൂദ് ഗോത്രക്കാർ അവരുടെ പ്രവാചകനായ സാലിഹ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു. അവരുടെ ഉപദേശം ഇവർ സ്വീകരിച്ചില്ല. ആ ഉപദേശത്തൊക്കെ കളവാക്കുകയും തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. അതിൻ്റെ പേരിൽ അത് അവരുടെ ധിക്കാരപരമായ പെരുമാറ്റമായിരുന്നു. എന്നിട്ടോ ഇതിംബാഷ്ടാഹ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. അഷ്കാഹ, അവരിൽ നിന്നുള്ള ഏറ്റവും പരാജിതനായ ദുഷ്ടനായ വ്യക്തി. എന്തിനു പുറപ്പെട്ടു? ഇനി പറയും. ഈ ഇതിൽ പറയുന്ന കാര്യം, സാലിഹ് നബി അലൈഹി സ്വലാമിന് ഒരു ഒട്ടകമാണ് മൗഇസത്തുൽ അല്ലാഹു നൽകിയിട്ടുള്ളത്. ഒട്ടകം. ആ ഒട്ടകത്തെ നിങ്ങൾ ഉപദ്രവിക്കരുതെന്നോ അതിൻ്റെ വെള്ളം കുടിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ വെള്ളം അതിന് കൃത്യമായി കിട്ടാവുന്ന രംഗങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുകയും വേണം. അതിന് ഉപദ്രവിക്കരുത് എന്നൊക്കെയുള്ള ഉപദേശം കൊടുത്തിരുന്നു. അതൊക്കെ തള്ളിപ്പറയുകയും അവർ ആ ഒട്ടകത്തെ ഉപദ്രവിക്കുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് പറയുന്നതാണ് ഇതിൻ ബാസ അഷ്കാഹ, അതിൽ ഏറ്റവും അഷ്കയായ ദുഷ്ടനായ പരാജിതനായ ഒരു വ്യക്തി. ആ കബീലയിൽ ദുഷ്ടനായ എന്നർത്ഥം. സമൂദ് ഗോത്രത്തിൽ പരാജിതനായ അല്ലെങ്കിൽ ഏറ്റവും ദുഷ്ടനായ ഒരു വ്യക്തി പുറപ്പെട്ടു. ഇതിംബാസ, പുറപ്പെട്ടു. അഷ്കാഹ, ആ സമൂദ് ഗോത്രത്തിലെ ഒരു ദുഷ്ടനായ ഒരു വ്യക്തി. അതിൻ്റെ തഫ്സീറിൽ പറയുന്ന ഹീനന്തലക്ക അഷ്കൽ കൗമി, ഈ സമൂദ് ഗോത്രത്തിലെ ജനങ്ങളിൽ ഏറ്റവും ദുഷ്ടനായ അല്ലെങ്കിൽ പരാജിതനായ ഒരു വ്യക്തി പുറപ്പെട്ടു പോയി. ബിസുറാത്തിൻ, അതിവേഗതയിൽ പുറപ്പെട്ടു പോയി. നശാത്തിൻ, വളരെയധികം ഉന്മേഷത്തോടു കൂടി. എന്തിനാ പോയത്? യാഹുറുന്നാക്കത്ത, ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി. ഒട്ടകത്തെ നിങ്ങൾ വിട്ടുകളയാം, ഒട്ടകത്തെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരായി പ്രവർത്തിക്കാനാണ് അവർ പിടിച്ചത്. അങ്ങനെ അയാള് ഇബ്നു കസീർ ഇവിടെ പറയുന്നത് ഖദ്ദാർ ഇബ്നു സാലിഫാണ്. ഖദ്ദാർ ഇബ്നു സാലിഫ് എന്ന് പറയുന്ന വ്യക്തി ആണ് ഈ സമൂദ് ഗോത്രത്തിലെ ഏറ്റവും ദുഷ്ടനായ ദ്രോഹിയായ ചട്ടമ്പിയായിരുന്നു ഇദ്ദേഹം. എന്നാൽ ഇത് പറയുമ്പോൾ നമ്മൾ ആള് ഒരു കൊള്ളരുതാത്ത ഒരാളായിട്ടൊന്നുമല്ല നമ്മൾ ചിത്രീകരിക്കുന്നത്. കാരണം അയാളെ സംബന്ധിച്ച് ജനങ്ങളുടെ ആജ്ഞകൾ, ഇയാളുടെ ആജ്ഞകൾ ജനങ്ങളെല്ലാം അംഗീകരിച്ച് നടപ്പിലാക്കുന്ന അത്രയും ഒരു ജനസമ്മതിയുള്ള ആളാണ് ഈ ഖദ്ദാർ ഇബ്നു സാലിഫ്. അപ്പൊ ഖദ്ദാർ ഇബ്നു സാലിഫ് എന്ന ആള് വളരെ മാന്യനുമായിരുന്നു. അസീസൻ ഷരീഫൻ ഖൗമിഹി റഈസൻ മുതാഅൻ ഫീഹിം, ആളവിടുത്തെ നേതാവായിരുന്നു. ജനങ്ങളില് മാന്യനായിരുന്നു. അയാൾ പറയുന്നതിന് വിലയുണ്ടായിരുന്നു അവരുടെ ഇടയിൽ. എന്ത് പറഞ്ഞാലും അത് അതിന് അംഗീകാരമുണ്ടായിരുന്നു. ജനങ്ങൾ പറയുന്നതിനൊക്കെ അംഗീകാരമുണ്ടായിരുന്നു. തന്നെയല്ല, ജനങ്ങളോട് എന്ത് പറയുന്നു അതിനും അംഗീകാരമുണ്ടായിരുന്നു. പക്ഷെ ഇയാള് ഈ കബീലയിൽ വെച്ച് മതത്തിൻ്റെ ദൃഷ്ടിയിൽ അയാൾ വളരെയധികം മോശപ്പെട്ട ആളായിരുന്നു. അപ്പോൾ ഈ ഖദ്ദാർ ഇബ്നു സാലിഫ് ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടു പോവുക. ഇതിനെ സംബന്ധിച്ച് ഖമർ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല 29-ാമത്തെ ആയത്തിൽ, ഫനാദൗ സാഹിബഹും ഫതആത ഫഅഖബ
അതോ സാഹിബ്. ഇത് ഖമർ സൂറത്തിൽ 29-ാമത്തെ ആയത്താണ് കേട്ടോ. ഇവിടെയുള്ള ശംസു സൂറത്തിൽപ്പെട്ട ആയത്തല്ല. ഫനാദൗ സാഹിബഹും, അവരെ കൂട്ടുകാരനെ അവർ വിളിച്ചു. ഫതആത്ത, അപ്പോൾ ഈ കൊന്നുകളയാനുള്ള, ഒട്ടകത്തെ കൊല്ലുവാനുള്ള ദൗത്യം അയാൾ ഏറ്റെടുത്തു. ഫഖർ, അങ്ങനെ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു എന്നാണ് പറഞ്ഞത്. ഫനാദൗ സാഹിബഹും, ഈ സാഹിബ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഈ ഖദ്ദാർ ബിൻ സാലിഫാണ്. ഖദ്ദാർ ബിൻ സാലിഫിനെ വിളിച്ചുകൊണ്ട് അയാളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു, ഒട്ടകത്തെ നമ്മൾ കൊന്നുകളയും എന്നുള്ളത്. അപ്പോൾ അയാൾ അത് അംഗീകരിച്ചു. അതനുസരിച്ച് ഫഖർ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. ഇനി 14-ാമത്തെ ആയത്ത്. എങ്ങനെ فقال لهم رسول الله ناقة الله وسقياها. അപ്പൊ ഈ സമയത്ത് കൊല്ലുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങൾ, ഉപദേശങ്ങൾ കൊടുത്തത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്. അപ്പൊ കാലലാവും, അപ്പൊ സാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഈ ജനങ്ങളോട്, സമൂഹ കബീലയിലെ ആളുകളാണല്ലോ, അവരോട് പറഞ്ഞു, റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലായ സാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നാഖത്തല്ലാഹി വസുഖിയ, അള്ളാഹുവിൻ്റെ ഒട്ടകത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. വസുഖിയ, അതിൻ്റെ വെള്ളം കുടിയെയും. സുഖിയാഹ, അതിൻ്റെ വെള്ളം കുടി, അതിനെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നിങ്ങൾ കണക്കിലെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ നിങ്ങൾ ഉപദ്രവിക്കാതെ അതിനെ ശരിയായ നിലയ്ക്ക് പരിഗണിക്കുകയും അതിൻ്റെ വെള്ളം കൂടി മുടക്കാതെയും നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഉപദേശമാണ് റസൂൽ അവർക്ക് കൊടുത്തത്. റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് സാലിഹ് നബി അലൈഹിസ്സലാമാണ്. ഇതിൻ്റെ തഫ്സീറിൽ ഖാല ലഹും സാലിഹ് അലൈഹിസ്സലാം, ആ സാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇഹ്ദറൂ, നിങ്ങൾ സൂക്ഷിക്കണം. നാഖത്തുല്ലാഹി, അല്ലാഹുവിൻ്റെ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അൻ തമസ്സുഹാ, അതിന് തീരെ സ്പർശിക്കാൻ പാടില്ല. ബിസൂഇൻ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തിന്മയും അതിനെ സ്പർശിക്കാൻ പാടില്ല. വഹ്ദറൂ, വീണ്ടും നിങ്ങൾ സൂക്ഷിക്കുക. അതിൻ്റെ വെള്ളം അത് പിടിക്കുന്നത് തടയാതിരിക്കുവാനും വേണ്ടുന്നത് നിങ്ങൾ ചെയ്യണം, സൂക്ഷിക്കണം. അപ്പോൾ വെള്ളം തടയരുത്. അതിന് വെള്ളം തടയുക, വെള്ളം കരണ്ടും തടയാന്ന് പറഞ്ഞാൽ വലിയ അതിക്രമമല്ലേ. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു വാടക വീട്ടിൽ ആളുണ്ടെങ്കിൽ അവിടെ ആ വെള്ളം കരണ്ടും അയാൾ വാടകയൊന്നുമില്ല എന്ന് തടയാൻ പാടില്ലല്ലോ. വെള്ളം അതിപ്രധാനമാണ്. മൃഗങ്ങൾക്കായാലും പിന്നെ മനുഷ്യനായാലും വെള്ളം അതിപ്രധാനമാണ്. അതുകൊണ്ട് വെള്ളം തടയരുത്. ഈ നിങ്ങൾ ഒട്ടകത്തിനുള്ള വെള്ളം കുടിക്കൽ തടയരുത് എന്ന് അവരോട് വളരെ ഉപദേശിച്ചു. തന്നെയല്ല, ഖുർആൻ മറ്റൊരിടത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയം സംബന്ധമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലക്കും ഷുർബി യൗമിൻ മഅലൂം, ലഹാ ഷുർബും വലക്കും ഷുർബി യൗമിൻ മഅലൂം. ആ ഒട്ടകത്തിൻ്റെ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാനും, നിങ്ങൾക്ക് വേറൊരു ദിവസവും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ നീങ്ങണം എന്ന് വളരെയധികം അല്ലാഹു തആല അവരോട് പറഞ്ഞിട്ടുണ്ട്. ലക്കും ലഹാ ഷുർബും വലക്കും ഷുർബി യൗമിൻ മഅലൂം എന്ന് മറ്റൊരായത്തിലുള്ളതാണ്. അപ്പൊ ഈ ഉപദേശം അവര് ഇപ്പൊ കരുതബൂഹു, ഈ ഉപദേശത്തെ, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഉപദേശത്തെ അവർ ധിക്കരിച്ചു, കളവാക്കി, തള്ളിപ്പറഞ്ഞു. എന്നിട്ടോ ഫഅഖറൂഹ, അതിനെ അവര് കൊന്നുകളയുകയാണ് ചെയ്തത്. ഇത് ആയത്താണ്, 14-ാമത്തെ ആയത്ത്. ഫകദബൂഹു ഫഅഖറൂഹ ഫദംദമ അലൈഹിം, അപ്പോൾ അവരെ അല്ലാഹു ഒന്നൊഴിയാതെ നശിപ്പിച്ചു, എല്ലാവരെയും. ആ വിഭാഗത്തെ ആകമാനം ഉന്മൂലനം ചെയ്തു. റബ്ബുഹും, അവരുടെ റബ്ബ്, അവരുടെ രക്ഷിതാവ് ഉന്മൂലനം ചെയ്തു. ബിദംബിഹിം, അവരുടെ ദോഷം കാരണമായിട്ട്, അവർ ചെയ്ത ദോഷം കാരണമായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഫസവ്വാഹ, ആ ശിക്ഷ എല്ലാവർക്കും സമമായി കിട്ടുകയും ചെയ്തിട്ടുണ്ട്, ഒരാൾക്കും ഒഴിവായിട്ടില്ല.
ഒന്നൊഴിയാതെ എല്ലാവരെയും നശിപ്പിക്കുന്നതിനാണ് ദംദമത്ത് എന്ന് പറയുന്നത്. അപ്പൊ ദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം, അവരുടെ ദോഷം കാരണമായിട്ട് അവര് ഒന്നൊഴിയാതെ എല്ലാവരെയും നശിപ്പിച്ചു. 15-ാമത്തെ ആയത്ത് വലാ യഖാഫു അല്ലാഹു തആല ഭയപ്പെടില്ല. അവൻ ഭയപ്പെടില്ല പറഞ്ഞാൽ അല്ലാഹു തആല. ഉഖ്ബാഹ, അതിന്റെ അനന്തരഫലം എന്താ വരുന്നതെന്നുള്ള കാര്യത്തിൽ അല്ലാഹുവിന് പേടിയില്ല. കാരണം സാധാരണ രാജാക്കന്മാരോ നേതാക്കളോ ഒക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് പേടിയുണ്ടാവും, അകത്ത് ഉള്ളിലൊരു പേടിയുണ്ടാവും, ഇനി എന്താ വരാൻ പോണത് എന്നുള്ളൊരു പേടി. ഇപ്പോൾ നാട്ടിലെ ഭരണാധികാരികളോ അല്ലെങ്കിൽ രാജാക്കന്മാരോ ഒക്കെ വല്ല തെറ്റും ചെയ്താൽ, ജനങ്ങൾക്ക് പ്രജകൾക്ക് വല്ല തെറ്റും ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു മാനുഷികമായൊരു പേടി ഉണ്ടാകും. ഇവിടെ അള്ളാഹുവിന് അത്തരം പേടിയില്ല എന്ന് പറയുന്നത് അതിപ്പോൾ നമുക്കൊക്കെ അറിയാം. എങ്കിലും അള്ളാഹു അങ്ങനെ പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയത്, അത് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോഴേ ഇത്തരം വിവരങ്ങൾ നമുക്കുള്ളൂ. അതിൻ്റെ പേരിൽ അള്ളാഹു ഇത് പറഞ്ഞില്ലെങ്കിൽ അത് നമുക്കറിയില്ല. ലാ യഖാഫു തആല, അതിൻ്റെ തഫ്സീറിൽ പറയുന്ന ലാ യഖാഫു തആല, അള്ളാഹു തആലക്ക് പേടിയില്ല ആഖിബത്തെ ഇഹ്ലാക്കിയും, അവരെ നശിപ്പിക്കുക, ഒന്നാകെ നശിപ്പിക്കുന്നതിൽ ഒരു പേടിയില്ല. കമാ യഖാഫു റുഅസാഉ വൽ മുലൂക്, നേതാക്കന്മാരും രാജാക്കന്മാരും പേടിക്കുന്നത് പോലെയുള്ള പേടിയൊന്നും അള്ളാഹുവിനില്ല. ആഖിബത്തമായിട്ടുള്ള രാജാക്കന്മാരും നേതാക്കന്മാരൊക്കെ അവരുടെ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പേടി ഉണ്ടാവും. അതുപോലെയുള്ള പേടിയൊന്നും അള്ളാഹുവിനില്ല. അള്ളാഹു അവരെല്ലാവരെയും ഉന്മൂലനം ചെയ്തു, അവരെ ആരെയും ബാക്കി വെച്ചില്ല അവർ ചെയ്ത തെറ്റുകാരനായി. അപ്പോൾ 18 ആയത്തുകളും 15 ആയത്തുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ വീഡിയോയിലായിട്ട് 10 ആയത്തുകൾ 8 ആയത്തുകളും അല്ല 7 ആയത്തുകളും എടുത്തു കഴിഞ്ഞു. മറ്റ് ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ തുടങ്ങിയതാണ്, അതിൽ 9 ആയത്തുകളും എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കഴിയുന്ന അത്ര അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വഴികൾ ഓരോരുത്തരും സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.